ധൈര്യമില്ലായ്മ ധൈര്യമില്ലായ്മ കൊണ്ടാണ് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധൈര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ തെന്നി മാറിപ്പോവുകയാണ്. ഓപ്പർച്യൂണിറ്റി എപ്പോഴും നിങ്ങളെ തേടി വരില്ല. എക്സ്ക്യൂസ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്, ഓപ്പർച്യൂണിറ്റി എപ്പോഴും നിങ്ങളോടൊപ്പം ഇല്ല. അതുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ സീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളത് ചെയ്യുന്നില്ല. നമ്മളതിന് പകരമായിട്ട് എക്സ്ക്യൂസിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രോവർബുണ്ട്, എക്സ്ക്യൂസ് എന്നത് പരാജയത്തിൻ്റെ വീട്ടിൽ നിങ്ങൾ നിറച്ചു വെക്കുന്ന ആണികളാണ്. അപ്പോൾ പരാജയത്തിൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഇരുമ്പാണികളുടെ പേരാണ് എക്സ്ക്യൂസസ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നു, എ പേഴ്സൺ ഹൂ ഈസ് ഗുഡ് ഫോർ മേക്കിംഗ് എക്സ്ക്യൂസസ് ഈസ് സെൽഡം ഗുഡ് ഫോർ എനി അതർ തിങ്. അതായത് എക്സ്ക്യൂസ് പറയാനായിട്ട് മഹാമിടുക്കനായ ഒരാൾ വേറെ ഒരു കാര്യത്തിലും മിടുക്ക് കാണിക്കാൻ സാധ്യമില്ല. സത്യമല്ലേ? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നോക്കുക. ഇനി എപ്പോഴും എക്സ്ക്യൂസ് പറയുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. അവർ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യത്തിലും അവരുടെ എബിലിറ്റി അവർ കാണിക്കുന്നില്ല. അവരിങ്ങനെ ദിവാസ്വപ്നത്തിലാണ്. ഒരു 10 വർഷത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്ന ആൾ കിടക്ക വിട്ട് എഴുന്നേറ്റിട്ടില്ല, ആ കിടക്കവരൊന്നും ശരിയാക്കിയിട്ടില്ല, ആ മുറിയൊന്നും വൃത്തിയാക്കിയിട്ടില്ല. എന്നിട്ട് ഇയാൾ പറയുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷം അയാളൊരു മഹാസമ്രാട്ടായി മാറുമെന്നാണ്. സമ്രാട്ടെന്നാകണ്ട, സ്വന്തം മുറിയൊന്ന് വൃത്തിയാക്കിയാൽ മതി, അവിടെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ എക്സ്ക്യൂസ് പറയുന്ന ആളാണോ നിങ്ങളെന്ന് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു നോക്കുക.